നമ്മുടെ കൂട്ടത്തിലെ എക്സാം എഴുതാത്തവരായി ആരും കാണില്ല. എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. ചിലരാണെങ്കിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായവരായിരിക്കും. ചിലരാണെങ്കിൽ 2, 3, 4 വട്ടം കഴിഞ്ഞിട്ടായിരിക്കും പാസ്സായത്. എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. B2 ജർമ്മൻ സ്പീക്കിംഗ് എക്സാം ഞാൻ 4 വട്ടം എഴുതിയിട്ടാണ് പാസ്സായത്. ആദ്യ വട്ടം ഞാൻ എക്സാം എഴുതി, ഞാൻ പാസ്സായില്ല. പക്ഷെ അന്നേരം എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. രണ്ടാമത്തെ വട്ടം ഞാൻ എക്സാം എഴുതി, അതിലും ഞാൻ പാസ്സായില്ല. മൂന്നാമത്തെ വട്ടം പിന്നെയും ഞാൻ എക്സാം എഴുതി, പക്ഷേ അതിലും ഞാൻ തോറ്റുപോയി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലോട് ചോദിച്ചു, ദൈവമേ, ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഇവിടെ വെച്ച് നിർത്തുന്നതാണോ നല്ലത്? പിന്നെ ഞാൻ ചിന്തിച്ചു, ഞാൻ തോറ്റു പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ എനിക്ക് വേണ്ടി ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. സ്പീക്കിങ്ങിന് വേണ്ട എല്ലാ ടോപ്പിക്കുകളും ഞാൻ ശേഖരിച്ചു. ഓരോരോ ടോപ്പിക്കുകളായി ഞാൻ ഓരോരോ ദിവസം കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ടൈം ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. ആ ടൈമിൽ ഞാൻ പാസ്സായി. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? ഒരു കാക്കയുടെ കഥ. ദാഹിച്ചലഞ്ഞു നടന്നൊരു കാക്കയുടെ കഥ. കാക്ക ആദ്യം കുടത്തിൽ വെള്ളം കണ്ടിരുന്നു, പക്ഷെ അത് അടിയിലായിരുന്നു എന്ന് മാത്രം. പിന്നെ കാക്ക എന്ത് ചെയ്തു? പിന്നെയും അന്വേഷിച്ച് നടന്നു. പിന്നെ ഒരിടത്തും കിട്ടാതെ വന്നപ്പോൾ കാക്ക ആ കുടത്തിൽ ചെറിയ ചെറിയ കല്ലുകളായി ഇട്ട് കൊടുത്തു. കല്ലിട്ട് കൊടുത്തപ്പോൾ വെള്ളം പൊങ്ങി വന്നു. ആ വെള്ളം കുടിച്ച് കാക്ക ദാഹം അകറ്റി. നമ്മളെല്ലാവരും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാ കഴിവുകളും. പക്ഷെ നമുക്ക് വേണ്ടത് പരിശ്രമം മാത്രമാണ്. പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. നമുക്കുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നമ്മുടെ കൂടെ വരും. ഈ കാക്കയുടെ കഥ പോലെ തന്നെ.